മലയാളത്തിലെ ഹിറ്റ് സീരിയൽ പാരിജാതം ഒരു മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരും മറക്കാനിടയില്ല. അത്രത്തോളം പ്രേക്ഷക പ്രീതിയാണ് ആ സീരിയൽ നേടിയത്. വില്ലത്തിയും നായികയും ഇരട്ട വേഷങ്ങളിൽ, അതായത് ഒരേ നടി തന്നെ ഇരട്ട വേഷങ്ങളിൽ എത്തുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കൂടി ആ സീരിയൽ ഉണ്ടായിരുന്നു. വളരെയേറെ കൈയടി നേടിയൊരു സീരിയലായിരുന്നു അത്. ഒരു നായിക നാടനാണെങ്കിൽ മറ്റേയാൾ മോഡേൺ ആയ വില്ലത്തിയായിരുന്നു. അങ്ങനെ രണ്ട് റോളുകളിൽ എത്തിയത് ഒരു നടിയാണ്. ആ നടിയാണ് രസ്ന. എന്നാൽ ആ സീരിയലിന് ശേഷം രസ്ന മറ്റ് സീരിയലുകളിൽ ഒന്നും അഭിനയിച്ചില്ല. സീരിയൽ പ്രേക്ഷകർ ഇന്നും മറക്കാത്ത മുഖമാണ് പാരിജാതം സീരിയലിലൂടെ ശ്രദ്ധ നേടിയ രസ്നയുടേത്. വിവാഹശേഷം ഇൻഡസ്ട്രി വിട്ട താരം ഇന്ന് കുടുംബിനിയായി ജീവിതം ആസ്വദിക്കുന്നു. പാരിജാതം അടക്കം നിരവധി മെഗാ ഹിറ്റ് പരമ്പരകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ബൈജു ദേവരാജിനെയാണ് രസ്ന വിവാഹം ചെയ്തത്. വിവാഹശേഷം മുസ്ലിം മതം ഉപേക്ഷിച്ച താരം ഹിന്ദുമതം സ്വീകരിച്ച് സാക്ഷി എന്ന പേര് സ്വീകരിച്ചു. 20കളുടെ തുടക്കത്തിലായിരുന്നു രസ്നയും ബൈജുവും തമ്മിലുള്ള വിവാഹം. അന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കല്യാണമായിരുന്നു. കാരണം രസ്നയുമായി പ്രണയത്തിലായ സമയത്ത് ബൈജു വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു. ആ ബന്ധം ഉപേക്ഷിച്ച ശേഷമായിരുന്നു രസ്നയ്ക്കൊപ്പം പുതിയ ദാമ്പത്യം തുടങ്ങിയത്. ഇരുവരും തമ്മിൽ പ്രായത്തിലും വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് ബൈജുവും രസ്നയും 3 കുട്ടികളുടെ മാതാപിതാക്കളുമാണ്. അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രസ്ന. മക്കളുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട്. മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് വളകാപ്പ് ചടങ്ങിന്റെ ഫോട്ടോകളും മറ്റു വിശേഷങ്ങളുമെല്ലാം പങ്കിട്ടിരുന്നു എങ്കിലും കുഞ്ഞിന്റെ ഫോട്ടോ, കുഞ്ഞുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നും രസ്ന അന്ന് പങ്കുവച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് നാളുകൾക്ക് ശേഷം കുഞ്ഞിന്റെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. നടിയുടെ മൂന്നാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണ്. നെയ എന്നാണ് മകൾക്ക് ഇരുവരും നൽകിയ പേര്. നെയ തങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ്, ഞങ്ങളുടെ കുടുംബം പൂർത്തിയാക്കിയ കൊച്ചു പെൺകുട്ടി എന്നാണ് മകളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കിട്ട രസ്ന കുറിച്ചത്. രസ്നയുടെ മിനി വേർഷനാണ് നെയ എന്നാണ് കമന്റുകൾ. താരത്തിന്റെ ആദ്യത്തെ കുഞ്ഞും പെൺകുഞ്ഞാണ്. നന്ദ എന്നാണ് കുഞ്ഞിന്റെ പേര്. രണ്ടാമത് പിറന്നത് ഒരു ആൺകുട്ടിയാണ്. വിഘ്നേഷ് എന്നാണ് പേര്. മറ്റു 2 മക്കൾക്കൊപ്പവും ഭർത്താവ് ബൈജുവിനൊപ്പവും നിൽക്കുന്ന കുടുംബ ചിത്രം കഴിഞ്ഞ ദിവസം രസ്ന പങ്കിട്ടിരുന്നു. പിന്നാലെയാണ് ഇളയ മകളുടെ ഫോട്ടോയുമായി എത്തിയത്. സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയ സമയത്ത് 15 വർഷത്തോളം പഴക്കമുള്ള പഴയ സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ ആളുകൾ നെഗറ്റീവ് കമന്റുകൾ രസ്നയുടെ കമന്റ് ബോക്സിൽ നിറയ്ക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ രീതിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ടാണ് കമന്റുകൾ എത്തുന്നത്. നിങ്ങൾ 3 കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. രസ്ന ഹാപ്പി ലൈഫാണല്ലോ നയിക്കുന്നത്, അത് മതി, ലക്കി അമ്മയാണ്, ഇനി സീരിയലിലോട്ട് മടങ്ങി വരൂ എന്ന് പറയുന്ന ആരാധകരുമുണ്ട്. കാരണം ആ ഒരു ഒറ്റ സീരിയൽ, പാരിജാതം എന്ന ഒറ്റ സീരിയൽ കൊണ്ട് തന്നെ രസ്ന ഇത്രയും വർഷങ്ങൾ, 10-15 വർഷത്തോളം പിന്നിട്ടിട്ടും രസ്നയെ ആരും മറന്നിട്ടില്ല. രസ്നയുടെ അനിയത്തി നീനു ഇപ്പോൾ സീരിയലിൽ സജീവമാണ്. അന്യഭാഷകളിലും മലയാളത്തിലും എല്ലാം സജീവമായി അഭിനയിക്കുന്ന ഒരു നടിയാണ് ഇപ്പോൾ നീനു. നീനുവിനൊപ്പമുള്ള ചിത്രങ്ങളും രസ്ന പങ്കുവെക്കാറുണ്ട്.